മലയാള സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ അന്യഭാഷാ ചിത്രങ്ങളുടെ റിലീസ് നിയന്ത്രിക്കണമെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞു. നിർമ്മാണ ചെലവ് തീരുമാനിക്കേണ്ടത് നിർമ്മാതാക്കളാണെന്ന് മോഹൻലാൽ അഭിപ്രായപ്പെട്ടു. മലയാള സിനിമയിൽ നല്ല മാറ്റത്തിന്റെ കാലമാണിപ്പോഴെന്ന് തിരുവനന്തപുരത്ത് നടത്തിയ മീറ്റ് ദ പ്രസിൽ മോഹൻലാൽ വ്യക്തമാക്കി. അപ്പോൾ അവർക്ക് മലയാള സിനിമ കാണാൻ പറ്റുന്നില്ല. കാര്യം ഇപ്പോൾ അവതാർ എന്നൊരു സിനിമ കണ്ടില്ലെങ്കിൽ എന്തോ നാണക്കേടെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ വേട്ടക്കാരൻ എന്നുള്ള സിനിമയൊക്കെ 4, 5, 6 പ്രിൻ്റൊക്കെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഒരേ സ്ഥലത്ത്. അപ്പോൾ ആ പ്രൊഡ്യൂസേഴ്സൊക്കെ ചേർന്നിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പല സംസ്ഥാനങ്ങളിലും വേറെ സിനിമകളൊന്നും ആ സമയത്ത് റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ല. സിനിമയുടെ നിർമ്മാണ ചെലവ് തീരുമാനിക്കേണ്ടത് നിർമ്മാതാക്കളാണെന്ന് മോഹൻലാൽ പറഞ്ഞു. നല്ല കഥയും സംവിധാനവുമാണ് സിനിമ വിജയിക്കാൻ വേണ്ടത്. ഏറ്റവും കുറച്ച് പ്രതിഫലം വാങ്ങുന്ന മലയാളത്തിലെ താരങ്ങളാണെന്നും മോഹൻലാൽ വ്യക്തമാക്കി. റെമ്യൂണറേഷനും സിനിമയുടെ കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു പ്രൊഡ്യൂസറിന് ഇഷ്ടമുള്ള റെമ്യൂണറേഷൻ കൊടുക്കാവുന്ന ആർട്ടിസ്റ്റുകളെ വെച്ച് അഭിനയിപ്പിക്കാൻ പറ്റും. മലയാള സിനിമയിൽ ഇത് നല്ല മാറ്റത്തിന്റെ കാലമാണെന്നും മോഹൻലാൽ പറഞ്ഞു. മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉതകുന്ന സംവിധായകരും ഒരുപാട് പുതിയ ആൾക്കാരും വരുന്നൊരു സമയമാണ്. ഒരു വലിയ റെവല്യൂഷൻ മലയാള സിനിമയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടാകരുത്. മേജർ രവിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പുതിയ സിനിമയിൽ തനിക്കൊപ്പം അഭിനയിക്കാൻ അമിതാഭ് ബച്ചൻ എത്തുമെന്ന പ്രതീക്ഷയും മോഹൻലാൽ പങ്കുവച്ചു. റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കടന്നുകയറ്റത്തിനെതിരെയാണ് ഇവിടം സ്വർഗമാണെന്ന സിനിമ സംവദിക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു. ഭ്രമരം കഴിഞ്ഞ് ചെയ്ത വളരെ നല്ല സിനിമയാണ് ഇവിടം സ്വർഗമെന്നും മോഹൻലാൽ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ശ്രീ മോഹൻലാലിന് ഒരിക്കൽ കൂടി ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ വിവാദമായേക്കാവുന്ന ചില പരാമർശങ്ങൾ കൂടിയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ താങ്കൾ നടത്തിയത്. അത്രയ്ക്ക് വലിയ വെല്ലുവിളിയായിട്ടുണ്ടോ മലയാള സിനിമയ്ക്ക് ഈ അന്യഭാഷ? തികച്ചും വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു മീറ്റ് ദ പ്രസിനാണ് ഞാൻ പോയത്. ബാക്കി ആർക്കും തോന്നാത്ത ഒരു കാര്യം ഒരു ചാനലുകാർക്ക് മാത്രം തോന്നിയതിൽ എനിക്ക് വളരെയധികം ഖേദമുണ്ട്. കാര്യം നമ്മൾ വിദേശ അല്ലെങ്കിൽ അന്യഭാഷാ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ പറഞ്ഞ എൻറ്റിറ്റി വൈസ് വളരെ ചെറുതായിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇത് ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ്. അപ്പോൾ അത്തരം നമ്മുടെ ചെറിയ സിനിമകൾ വരുന്ന സമയത്ത് ഇത്തരം വലിയ സിനിമകൾ വരുമ്പോൾ ഈ ചെറിയ സിനിമകളെ കാണാൻ ആളില്ലാതാകുന്നു. അത് സത്യം തന്നെയാണ്. ഈ വെട്ടക്കാരനോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ റിലീസായ പടങ്ങളെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. വലിയ സിനിമകൾ ഇപ്പോൾ ഫെസ്റ്റിവൽ സമയത്ത് അങ്ങനെയുള്ള സമയത്ത് റിലീസ് ചെയ്യുമ്പോൾ മറ്റ് സിനിമകൾക്ക് ആ സിനിമകളുടെ മുകളിൽ പോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അതിനേക്കാളും വലിയ സിനിമകൾ എടുക്കണം. അപ്പോൾ 1000 കോടി 1500 കോടി രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിനിമയുടെ അഡ്വർടൈസ്മെൻറ്റ് തന്നെ. ആ സമയത്ത് മലയാള സിനിമ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ എടുക്കുന്ന സിനിമകൾക്ക് അതിൻ്റെ മുകളിൽ പോകാൻ പറ്റുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ അത്തരം സിനിമകൾ റിലീസ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല. തീർച്ചയായിട്ടും പല സംസ്ഥാനങ്ങളിൽ അതിനൊരു നിയന്ത്രണമുണ്ട്. ആ സമയത്ത് ഇപ്പോൾ കർണാടകത്തിലാണെങ്കിൽ അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നമ്മുടെ സിനിമയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരു പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ആൾക്കാർക്ക് ഒരു രോഷം കൊള്ളേണ്ട കാര്യമോ അല്ലെങ്കിൽ അത് മനഃപൂർവ്വം മറ്റേ സിനിമകൾ റിലീസ് ചെയ്യാൻ പാടില്ലെന്നൊന്നും അല്ല പറഞ്ഞത്. തീർച്ചയായും എന്തായാലും അത് മാത്രമല്ല, ഞാൻ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറയുകയും ചെയ്തു, ഇത് വളരെ സൗഹൃദ സംഭാഷണമായതുകൊണ്ട് ഞാൻ പറയുന്നതിനെ നിങ്ങൾ മാറ്റി പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ മുൻപോട്ടും പുറമോട്ടും കാണിക്കാതെ ആ ഭാഗം മാത്രം കാണിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമായി പോയത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും എന്തായാലും നമുക്ക് ഒരു സിനിമ ഒരു പൊതുവെ കാലിക പ്രസക്തം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു സിനിമ റിലീസായ പശ്ചാത്തലത്തിലാണ് ആ വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിൽ വാർത്തയിൽ വന്നു എന്ന് മാത്രമാവാം നമുക്കും കരുതേണ്ടത്. എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അല്ലാതെ അതിന് ഇതൊരു വിളിച്ചു വരുത്തി എൻ്റെ ഒരു വിഷമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വിഷമോ പറഞ്ഞത് ഒരു കോൺവെർസേഷനിൽ വളരെ കാലമായിട്ട് മലയാള സിനിമയിലെ പല അസോസിയേഷനുകളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. തീർച്ചയായും ഇനി നമുക്ക് ആ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വരാം. എന്തായാലും നേരത്തെ ഞാൻ ആവർത്തിച്ചൊരിക്കൽ കൂടി പറയുന്നു, കാലിക പ്രസക്തം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം നമ്മളൊക്കെ ഈ വാർത്തകളിൽ ആവർത്തിച്ച് വായിക്കുമ്പോൾ ഇങ്ങനെ സിനിമയുടെ കാര്യങ്ങൾ കൂടുതൽ പറയാറില്ല. പക്ഷേ ഇത്തരം വായ്പകളുടെ കാര്യങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ആവർത്തിച്ച് പല കുറി വാർത്തകളിലൊക്കെ ചർച്ച ചെയ്തു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഈ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇത് ഈ തരത്തിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും. ഇതൊരു സോഷ്യൽ സറ്റയർ തന്നെയാണ്. തീർച്ചയായിട്ടും സോഷ്യൽ സറ്റയറാണ്. പിന്നെ മാത്രമല്ല, ഇത് ഒരു പത്രത്തിൽ വന്ന ഒരു ന്യൂസിൽ നിന്നാണ് ഈ കഥ ഉണ്ടാകുന്നത്. ഒരാൾ എറണാകുളത്ത് എൻ്റെ വീടും സ്ഥലവും വിൽപ്പനയ്ക്കല്ല എന്നൊരു ബോർഡ് എഴുതി വെക്കേണ്ടി വന്നു. കാര്യം റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെയും ഈ ലാൻഡ് ഗ്രാബേഴ്സിൻ്റെയൊക്കെ കടന്നു കയറ്റം ഒരു കാലത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നമ്മുടെ സ്വന്തം മണ്ണിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വേറെ ആൾക്കാർ കയറുകയും നിസ്സഹായനായി നിൽക്കുന്ന ഒരാളുടെ കഥയാണിത്. അയാൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അയാളുടെ ബുദ്ധിയിൽ നിന്ന്
അയാൾക്കത് ചെയ്തേ പറ്റുള്ളൂ. അത്തരത്തിൽ അയാളെ സഹായിക്കാൻ ഒരുപാട് പേര് വരികയും വീണ്ടും ഒരു നന്മ തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ഒരുപാട് പേർക്ക് പറ്റാവുന്നതും അല്ലെങ്കിൽ പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ നമ്മളൊരു ഹ്യൂമർ ആയിട്ട്, ഒരു സറ്റയറായിട്ട് കാണിച്ചിരിക്കുകയാണ് ആ സിനിമയിൽ. തീർച്ചയായും ഇത് പറയുമ്പോഴാണ്, പ്രത്യേകിച്ചും ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ തികച്ചും കേരളത്തിന്റെ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു കഥ, അതിലൊട്ടും അതിഭാവുകത്വമോ മറ്റു കാര്യങ്ങളൊന്നും കൂട്ടിച്ചേർക്കലുകളോ ഒന്നും ഇല്ലാത്ത ഒരു കഥ, ആ കഥയ്ക്കും ചിലവ് ഏറുന്നു, അത്തരം ഒരു സിനിമ നിർമ്മിക്കാൻ ചിലവേറുന്നു എന്ന തരത്തിലുള്ള പരാമർശവും അതും വാർത്തകളല്ല. അത് കാര്യം ഇത്തരം സിനിമകൾ കാണിക്കണമെങ്കിൽ ഇപ്പം നമുക്ക് ഏറ്റവും നല്ല ആൾക്കാർ സിനിമ കാണുമ്പോൾ നന്നായിരിക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു ക്യാമറാമാൻ ആയിരിക്കണം, ഏറ്റവും നല്ല ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യണം. ഇതൊരു വിഷ്വൽ മീഡിയമാണ് സിനിമ, വിഷ്വൽ ട്രീറ്റ് ആയിരിക്കണം സിനിമ. അപ്പോൾ ഇതേ സിനിമ തന്നെ നമുക്ക് ഒരു 3-4 പശുക്കളും പിന്നെ ചെറിയൊരു തെങ്ങും തോമ്പ് വെച്ച് ചെയ്യാം. പക്ഷെ ഒരിക്കലും അത് കൺവിൻസിങ് ആവില്ല. അയാളുടെ 3 ഏക്കറിൽ ഏറ്റവും മനോഹരമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഈ സ്ഥലം മറ്റവർക്ക് വേണമെന്ന് തോന്നുന്ന അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം, ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അത് സെറ്റിടുകയും അതിനെ മനോഹരമായിട്ട് ചിത്രീകരിക്കുകയും ഇതെല്ലാം കൂടുതൽ ഏതാണ്ട് 105ഓളം ആർട്ടിസ്റ്റുകളാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട് ഇതൊരു മേക്ക് ബിലീഫാണ്. അത് കൺവിൻസിങ് ആക്കണമെങ്കിൽ അത്തരത്തിൽ സിനിമ നന്നായി ഷൂട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. തീർച്ചയായും അത് പറയുമ്പോഴാണ് ഈ അന്യഭാഷാ സിനിമകളുടെ പ്രശ്നത്തിലേക്ക് ഒരിക്കൽ കൂടി വരേണ്ടി വരുന്നത്. കാരണം ഇത്ര വിശാലമായ കേരളത്തിന്റെ സ്വന്തം ഒരു ക്യാൻവാസിൽ ആ ചിത്രം പൂർത്തിയാകുമ്പോൾ അതിനും അപ്പുറത്തേക്കുള്ള കാഴ്ചകളിലേക്ക് മലയാളി പ്രേക്ഷകന്റെ മനസ്സ് വല്ലാതെ തീർച്ചയായിട്ടും പോകും. കാര്യം വലിയ സിനിമകളാണ് ചെയ്യുന്നത്, ഒരു വലിയ സിനിമകൾ. നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു എൻറ്റിറ്റി സ്മോൾ ആയതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സിനിമകളിലേക്ക് അവർ പോകും. അവരെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ അത് നമ്മൾ എങ്ങനെ നിയന്ത്രിക്കണം, അല്ലാതെ സിനിമകൾ റിലീസ് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തീർച്ചയായും അങ്ങനെയല്ല. പക്ഷേ എന്നാലും അത് ഒരു നിയന്ത്രിക്കണം എന്ന ഒരു വാക്ക് വന്നതുകൊണ്ട് തന്നെ അതെങ്ങനെ ആയിരിക്കണം എന്ന ഒരു ചർച്ച കൂടി ഉയരേണ്ടതല്ലേ? കാരണം തീർച്ചയായിട്ടും ഇത് ഞാൻ ഇന്ന് പറഞ്ഞല്ല, ഒരുപാട് ആൾക്കാർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് റിലീസിങ്ങിനെ കുറിച്ച്. മലയാള സിനിമയും അല്ലെങ്കിൽ മറ്റ് സിനിമകളുടെ ഒരു നിയന്ത്രണം എങ്ങനെയാണെന്ന് അത് അവരെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ 10-30 വർഷമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ നമ്മളുടെ അസോസിയേഷനും പല കാര്യങ്ങളുമായിട്ടൊക്കെ സഹകരിച്ച് സംസാരിച്ചതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അതൊരു ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഇന്നത് ചെയ്യണമെന്ന് പറയേണ്ടി വന്നതല്ല. വളരെ സൗഹൃദമായ ഒരു സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യത്തെ തെറ്റിദ്ധരിച്ച് അത് പുറത്ത് വന്നതിൽ എനിക്ക് വളരെ ഖേദമുണ്ട്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. തീർച്ചയായും. പക്ഷേ ഇത്തരം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത്തരം നിയന്ത്രണങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പിനെയോ ഒക്കെ ഈ കാര്യത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെയൊക്കെ ഒരു ആലോചന ഈ പ്രശ്നത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? അതിനിപ്പം വേണമെങ്കിൽ ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. ഇനിയും അത് എങ്ങോട്ടൊക്കെ പോകണ്ടെന്ന് ബാക്കിയുള്ള ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായും. നമുക്ക് വീണ്ടും സിനിമയിലേക്ക് തന്നെ വരാം. എന്തായാലും ആദ്യം തിലകൻ ചേട്ടനുമായി ഒരുപക്ഷെ വളരെ കാലത്തിന് ശേഷം ഒരു മികച്ച കോമ്പിനേഷൻ ഉണ്ടായിരിക്കുന്നു. അത് എല്ലാവരും ശ്രദ്ധിക്കുന്നതുമാണ്. മലയാളി പ്രേക്ഷകർ ആ പഴയ സിനിമകളൊക്കെ മനസ്സിലുള്ളവർ അത് ഓർത്തു വെച്ചുകൊണ്ട് ഈ സിനിമ കാണാൻ വീണ്ടും ചെല്ലുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. എങ്ങനെയാണ് ആ ഒരു വീണ്ടുമുള്ള ആ തിരിച്ചുവരവ് രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള? തീർച്ചയായിട്ടും തിലകൻ ചേട്ടന് ഈ സിനിമയിൽ നമ്മൾ ഇയാളുടെ അച്ഛനായിട്ട് ജെർമിയാസ് എന്ന് പറയുന്ന ഒരു കർഷകനായിട്ട് ഒരാൾ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഇരുന്ന മുഖം തിലകൻ ചേട്ടൻ തന്നെയാണ്. കാര്യം അദ്ദേഹം വളരെ കാലം ഇത് കൃഷി ചെയ്യുകയും പിന്നെ കടങ്ങളും ജപ്തിയൊക്കെ ആയിട്ട് എല്ലാം നശിക്കുകയും വീണ്ടും ഇയാളുടെ മകൻ ഇതൊക്കെ തിരിച്ച് റീകൂപ്പ് ചെയ്തിട്ട് പുള്ളി ഒരു റിട്ടയർമെൻറ്റിൽ ജീവിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ വളരെയധികം സത്യസന്ധതയൊക്കെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അത് തിലകൻ ചേട്ടൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. തിലകൻ ചേട്ടനും കവിയൂർ പൊന്നമ്മ ചേച്ചി ചില റോളുകൾ അവർ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും ഒക്കെ പ്രേക്ഷകർക്കും ഒക്കെ നല്ലൊരു വിഷ്വൽ അല്ലെങ്കിൽ കാണുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത്. തീർച്ചയായും 18 വർഷത്തിന് ശേഷം ശങ്കറിനൊപ്പം അഭിനയിക്കാനുള്ള ഒരു സാഹചര്യവും അതും പ്രേക്ഷകർ വളരെ കൗതുകത്തോടെ തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച ഒത്തിരി സിനിമകൾ എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിലുണ്ട്. അത് ആ സിനിമ കാണുമ്പോൾ വേറെ പല സിനിമകൾ അറിയാതെ മനസ്സിൽ കടന്നുകൂടാ. തീർച്ചയായും. ആ ശങ്കറിനൊപ്പം അഭിനയിക്കേണ്ടി വരുന്നു എന്ന സാഹചര്യം അതെങ്ങനെയായിരുന്നു? അതിന്റെ ഭയങ്കര സന്തോഷം തരുന്ന സാഹചര്യം തന്നെയാണ്. ഇതിനിടയ്ക്ക് പലപ്പോഴും നമ്മൾ പല സിനിമകളുമായിട്ടൊക്കെ സഹകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടന്നില്ല. തീർച്ചയായിട്ടും ശങ്കറിനും